അപ്പോൾ ഇന്ന് മൈസൂർ പാക്കാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ മൈസൂർ പാക്ക്? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു ഗ്ലാസ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഏത് പാത്രത്തിൽ കടലമാവ് എടുക്കണോ അതനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള ചേരുവകൾ കൂടി എടുക്കാൻ. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സെയിം ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് സാമാന്യം നല്ല മധുരമുണ്ട്. നിങ്ങൾക്ക് അധികം മധുരത്തിലാണ് വേണ്ടതെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വരെ എടുക്കാം. അത്രയും വേണമെന്ന് തോന്നുന്നില്ല, ഒരു ഗ്ലാസ് തന്നെ മതി, നല്ല മധുരമുണ്ട്. ഇനി നെയ്യ് വേണം, സൺഫ്ലവർ ഓയിൽ വേണം. ഇത് നെയ്യ് 3/4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലും 3/4 ഗ്ലാസ്, അങ്ങനെ രണ്ടും കൂടി 1.5 ഗ്ലാസ്സാണ് ആവശ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തന്നെയായിട്ട് 1.5 ഗ്ലാസ് എടുക്കാം, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സൺഫ്ലവർ ഓയിലിന് പകരം കപ്പലണ്ടി ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയും ഒലിവ് ഓയിലൊന്നും എടുക്കരുത്. ഇത് 1/2 ഗ്ലാസ് വെള്ളമാണ്. അത് പഞ്ചസാര ഉരുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ളതോ ഉള്ളൊരു പാത്രത്തിൽ എണ്ണയൊക്കെ തടവി ശരിയാക്കി വയ്ക്കണം. അതൊരു ഇത്രയെങ്കിലും ഹൈറ്റുള്ളൊരു പാത്രം ആണെങ്കിലാണ് നല്ലത്. അതിപ്പോൾ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ എടുക്കാം. ഗ്ലാസിൻ്റെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഓവൻ സേഫായിട്ടുള്ള പാത്രമായിരിക്കണം. അതായത് നല്ല ചൂടോടുകൂടിയാണ് നമ്മളിത് ഒഴിക്കുന്നത്, അപ്പോൾ പൊട്ടിപ്പോകരുത്. അപ്പോൾ ഇത് തയ്യാറാക്കി വയ്ക്കുക. ഇനി കടലമാവ് ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് എണ്ണ എടുത്തു വെച്ചേക്കണ ഓയിലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വയ്ക്കുക. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഞ്ചസാര ലൈനിലേക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കട്ട ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പുട്ടിന് തിരുമണ മാതിരി ഒന്ന് ചെറുതായിട്ട് തിരുമിയാൽ മതി. വെച്ചിരിക്കുന്ന കടലമാവ് ഇത്തിരി കണ്ണകലമുള്ള അരിപ്പയിൽ കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ആ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് പൊടിയായിട്ട് എടുക്കുക. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കുക. അത് ചെറിയ തീയിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും ഓയിലും ഇതൊന്നും പുകഞ്ഞു പോകരുത്. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. മറ്റേ ഓയിലിൻ്റെ ഇത് അപ്പുറത്തെ അടുപ്പിൽ തന്നെ നമ്മൾ ചെറു തീയിലിട്ട് ചൂടാക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ചീനച്ചട്ടിയിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് എടുത്തു വെച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. മറ്റേ അടുപ്പിലേക്ക് എപ്പോഴും ശ്രദ്ധ വേണം, അത് ഓയിലും ഒന്നും പുകഞ്ഞു പോകരുത്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. നന്നായിട്ട് തിളച്ച് പതഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ കടലപ്പൊടി അതിലേക്ക് ഇടുന്നത്. ഇനി ഇതിന് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഫുഡ് കളർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊന്നും വ്യത്യാസം വരുമൊന്നുമില്ല. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ പതഞ്ഞ് വരുമ്പോഴാണ് കടലപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇടയ്ക്ക് ഇത് ശ്രദ്ധിക്കണം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു നൂൽ പരുവം ആവുമ്പോഴാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ കുറേശ്ശെ പദം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണം, അത് ഒരു നൂൽ പരുവം ആയോ എന്നുള്ളത്. മൂപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മൈസൂർ പാക്ക് ഭയങ്കര കട്ടിയായിട്ടിരിക്കും. ഇത് വളരെ ശ്രദ്ധിച്ച് സാവധാനം ചെയ്യേണ്ട ഒരു ജോലിയാണിത്. നമ്മളിതിനിടയ്ക്ക് വേറെ ഒരു പണിക്കും പോകാൻ പാടില്ല, ഇതിൽ തന്നെ ശ്രദ്ധ വേണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഇതാ ഒരു നൂൽ പരുവം ആയിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് കടലപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് പഞ്ചസാര കുറച്ചുകൂടെ കട്ടിയായി പോവും. പെട്ടെന്ന് ഇളക്കി കൊടുക്കുക, കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കുക.
ഈ സമയത്ത് അപ്പുറത്തെ അടുപ്പിലേക്കും കൂടി ശ്രദ്ധ വേണേ. അത് ഓയിൽ ഒരിക്കലും പുകഞ്ഞു പോകരുത്. അധികം അങ്ങോട്ട് ചൂടായി തിളയ്ക്കണ പോലെ ആവണ്ട, അത് ചൂടായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി എല്ലാം ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കടലപ്പൊടി പഞ്ചസാര ലായനിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാണ്ട്. ഇനിയിപ്പോൾ ഓയിൽ, ചൂടായി കിടക്കണ ഓയിൽ ഒരു തവി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരും. എന്നിട്ട് ആ ഓയിൽ മുഴുവനും കടലപ്പൊടിയിലേക്ക് വലിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഇളക്കൽ നന്നായിട്ട് അടിവശം ഇളകുന്ന രീതിയിൽ വേണം ഇളക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ വയ്ക്കുക. പിന്നെ തവി എടുക്കുമ്പോൾ എപ്പോഴും നീളമുള്ളൊരു തവി എടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ കൈ പൊള്ളും. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അവസാനം നെയ്യ് അതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ അത് മുഴുവനും അതിലേക്ക് വലിഞ്ഞു പോവില്ല. അപ്പോൾ നമ്മൾ അത് നിർത്തുക. അപ്പോൾ ഇതിവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഓയിൽ അതിലേക്ക് വലിയാണ്ടായി, കുറേശ്ശെ കളറും ചേഞ്ചായി തുടങ്ങി. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം. ഇത് തനിയെ ചെയ്യുന്നതുകൊണ്ട് അത് പെട്ടെന്നങ്ങ് എടുത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ക്യാമറയിലേക്ക് ഇത് ആവുകയും വേണമല്ലോ, നിങ്ങളെ കാണിച്ചു തരണ്ടേ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കളറ് കുറച്ച് കൂടിപ്പോയി. ടേസ്റ്റിലൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ആ കളറ് കുറച്ച് ഡാർക്കായിപ്പോയി. അത് അതിൻ്റെ മീതെ അമർത്തുകയൊന്നും ചെയ്യരുത്. ഇങ്ങനെ ഒന്ന് പതുക്കെ കൊടുത്താൽ മതി. വളരെ ലൈറ്റായിട്ട് തട്ടി കൊടുത്താൽ മതി. അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മറ്റേ ഹോൾസൊന്നും വരില്ല. നമ്മൾ മൈസൂർ പാക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അറകൾ പോലെ ഇല്ലേ, അപ്പോൾ അതുപോലെ വരണമെങ്കിൽ അത് ഒഴിച്ച പൊടിയെ അങ്ങനെ തന്നെ വയ്ക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കത്തിയുടെ അറ്റം കൊണ്ട് ഒന്ന് പതുക്കെ വരഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് അധികം ആക്കണ്ട, ആ തുമ്പ് മാത്രം ഒന്ന് കടത്തിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് നന്നായിട്ട് മുറിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റ് കളർ, നടുക്ക് ഡാർക്ക് കളറുമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മൈസൂർ പാക്ക് അങ്ങനെയാണല്ലോ, ഇത് കുറച്ച് ഡാർക്ക് കളറായിപ്പോയി. അത് ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് ഒഴിക്കാനായിട്ട് ആ സെക്കൻഡുകൾ വ്യത്യാസത്തിലാണ് അത് അത്രയും ഡാർക്കായിപ്പോയത്. നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് അപ്പം തന്നെ എടുത്ത് ഒഴിക്കണം. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഹോൾസ് കണ്ടോ, അത് നിറയെ ഹോൾസായിട്ട് അങ്ങനെ കിട്ടണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.